കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞു നിന്നിലൂറും മോഹഗംഗാജലം, മധുരജീവാമൃതം മധുരജീവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന നടനെ നേരിട്ടിങ്ങനെ നമ്മുടെ കൺമുന്നിൽ സ്വസ്ഥമായി സംസാരിക്കാൻ കിട്ടുക. അദ്ദേഹം മാത്രമാണോ? ഇവിടെ ജയഭാരതിയുണ്ട്, പ്രേം നസീറുണ്ട്. ഇങ്ങനൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, അതും ആരാധന കൊണ്ട് നമ്മളിങ്ങനെ മനസ്സ് പുളകിതമായി നടക്കുന്ന കാലഘട്ടത്തിൽ, 17-18 വയസ്സിലെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെരിങ്ങൽകുത്തിലെ KICB റെസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായൊരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിൽ സിമൻറ്റ് ബെഞ്ചുകൾ ഇരുന്ന് നമുക്ക് താഴെ പെരിങ്ങൽകുത്ത് ഡാം കാണാം. അതുപോലെയുള്ള മനോഹരമായ മലഞ്ചെരുവുകൾ കാണാം. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ കുറച്ചു കാലം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അവിടേക്കാണ്, ആ ഗസ്റ്റ് ഹൗസിലേക്കാണ് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രേം നസീറും ജയനും ജയഭാരതിയും താമസിക്കാനെത്തുന്നത്. ഈ വിവരം തലേന്ന് തന്നെ ഞാൻ അറിഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ്, നേരം വെളുത്ത വേറെ അവിടെ ഇങ്ങനെ ഈ ഗേറ്റ് സംരക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ജനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാത്തൊരു സ്ഥലം. അവിടെ ആകെ വൈകുന്നേരങ്ങളിൽ ഞാനും അവിടുത്തുകാരനായി പിന്നീട് പരിചയപ്പെട്ട നാഗരാജൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മാത്രമാണ് ഞങ്ങൾ വൈകുന്നേരങ്ങൾ ഉദ്യാനത്തിൽ പോയിരിക്കാൻ. പിന്നെ വല്ലപ്പോഴും വല്ല ഫാമിലി വന്നാൽ വരാം, അങ്ങനെ കാണാം, അത്രയേ ഉള്ളൂ. കഴിയുന്നത് അധികം ഞങ്ങൾ മാത്രമായിരിക്കും. ആ ഒരു റെസ്റ്റ് ഹൗസിലേക്കാണ്, KICBയുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പ്രേം നസീറും ജയനും ജയഭാരതിയും ഒരു സൗന്ദര്യം എന്നുള്ളവരെ കിട്ടുന്നത്. ഞങ്ങൾ കാത്തുനിന്നു. അറിഞ്ഞ ആ ക്വാർട്ടേഴ്സിലെ ചില ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരൊക്കെ, കുറച്ച് സ്ത്രീകൾ, കുറച്ച് കുട്ടികളൊക്കെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു കാറിൽ വന്ന് വലിയൊരു സൂട്ട്കേസ്, ഞാൻ പറയാം പഴയ അംബാസഡർ കാറിൻ്റെ മുകളിൽ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നീല നിറത്തിലുള്ള വലിയ സൂട്ട്കേസാണ് മുകളിലിരിക്കുന്നത്. അതിൽ വന്ന് നിന്നു. കാറിൽ നിന്ന് പ്രേം നസീർ ഇറങ്ങി വന്നപ്പോൾ, കുട്ടിക്കാലം മുതൽ നമ്മൾ സിനിമയിൽ കാണുന്ന ആ ഒരു മുഖം, ആ ഒരു സൗന്ദര്യം, ആ രൂപം, ആ ഒരു പുഞ്ചിരി എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കാമെന്ന് എനിക്കറിയില്ല. അത്രമല്ല, വന്നു, സ്ത്രീകളെ കണ്ടു, ആയ് നമസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളൊക്കെ, ഒരു സ്ത്രീ ചോദിക്കണേ, സാറേ സാറിന് ഒന്ന് തൊട്ടോട്ടെ സാറേ, എന്താ ആരാധനയൊക്കെ, അപ്പോൾ ഒന്ന് തൊട്ടോട്ടെ. അപ്പോൾ കൈകൂപ്പി, അത് തൊടാനല്ല പറയുന്നത്, നേരെ കൈകൂപ്പി തൊഴുതുകൊണ്ട് സന്തോഷം, ഞാൻ മദ്രാസിലെ ഡബ്ബിങ് കഴിഞ്ഞ് നേരെ ഇങ്ങനെ ഷൂട്ടിങ്ങിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, എല്ലാവർക്കും സന്തോഷം വണക്കം. പോകുന്ന നോക്കി ഞങ്ങളൊന്ന് നോക്കി, 2 പയ്യന്മാർ നിൽക്കല്ലേ, ഞങ്ങളോട് ഒന്ന് തൊഴുത് ചിരിച്ചു. ആ ഒരു സ്നേഹം മറക്കാൻ കഴിയുന്നു. അദ്ദേഹം അകത്തേക്ക് പോകുന്നു. അല്പം കഴിയുമ്പോൾ മറ്റൊരു കാറിൽ ജയൻ വന്നിറങ്ങുന്നു. ജയൻ വന്നിറങ്ങിയപ്പോൾ തന്നെ മുസൽമാൻ തന്നെയാണല്ലോ, കാണാൻ തന്നെ ഒരു വല്ലാത്ത. പ്രേം നസീർ മറ്റൊരു ലാളിത്യം നിറഞ്ഞ സൗന്ദര്യമാണെങ്കിൽ ജയൻ്റെ ഒരു ആകാര പൗരുഷം നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യം ആരാധനയോട് കണ്ടു. ഞങ്ങൾ നോക്കി തോന്നും. അദ്ദേഹം വന്ന് എല്ലാവരോടും സംസാരിച്ചു, ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവരറിയിക്കുവേ. അടുത്ത കാറിൽ വരുന്നു ജയഭാരതി ഇതേമാതിരി. അവരുടെ ഒരു എന്താണ് പറയുക, ഒരു സൗന്ദര്യം, ഒരു സിനിമാ നടി എന്ന് പറയുന്ന അവരുടെ സൗന്ദര്യത്തിൻ്റെ ആ ഒരു രൂപഭംഗി അതെനിക്കറിയില്ല പറയാൻ എങ്ങനെയാണെന്ന്. അവർ വന്നു, പറയും, അധികം നേരം സംസാരിക്കാതെ അവർ കത്തിക്കുകയും. പിന്നീട് എന്താണ്, ഈ വന്ന സ്ത്രീകളൊക്കെ എല്ലാവരും സന്തോഷമായി തിരിച്ചു പോയി. ഞങ്ങൾ ദിവസവും വൈകുന്നേരം അവിടെ ഉണ്ടാവും. അതിരാവിലെ വെറുതെ ചെല്ലും കാരണം. അപ്പോൾ നസീറിനെ അങ്ങനെ പുറത്ത് കാണാൻ കിട്ടി, അധികം റൂമിൽ അധികം ഇരിക്കാമെന്ന്. പക്ഷേ ജയൻ അധികം രാവിലെ തന്നെ എക്സസൈസൊക്കെ കഴിഞ്ഞ് ആ ഫെയർ ബോഡിയിൽ ഇങ്ങനെ ബോഡിയൊക്കെ ഭയങ്കര സൗന്ദര്യമുള്ള ബോഡിയൊക്കെ ആയിട്ട് ആ ഉദ്യാനത്തിൽ നടന്നു, കൈകളൊക്കെ വീശുന്നതൊക്കെ കണ്ട് ഉന്മാദം കൊണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, ഇതാണല്ലോ ഒരു എൻ്റെ കൂടെയുള്ള നാഗരാജ്, സുന്ദരനാണ്, ഒരു നല്ല രൂപഭംഗിയാണ് അവനെ കാണാൻ. പക്ഷെ അവനൊരു ജയൻ്റെ അടുത്ത് കയറി, ജയചേട്ടാ പാലാട്ട് കുഞ്ഞിക്കണ്ണനെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ചാൻസ് തരുമെന്നാണ്. ഞാനൊക്കെ അന്ന് മെലിഞ്ഞു തുടങ്ങി. ജയനൊരു പുച്ഛഭാവത്തിൽ എന്നെ നോക്കി, ഇവനൊക്കെയാണ് അഭിനയിക്കാൻ വരുന്നത്, എൻ്റെ കൂടെയുള്ള നാഗരാജനാണെന്നൊരു സുന്ദരനാണ്. അങ്ങനെ നോക്കി പറഞ്ഞു, അങ്ങനെ ചാൻസ് അത് സംവിധായകരും അത് മറ്റൊരാൾ തീരുമാനിക്കുന്നത്, നിങ്ങളങ്ങോട്ട് ലൊക്കേഷനിൽ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ലൊക്കേഷനാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ താഴെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്നു ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അവസാനം ഡയറക്ടറോട് ഞാൻ ചോദിക്കാൻ മാർഗമില്ല, ആകെ തിരക്കാണ് അവിടെ. അവസാനം നോക്കുമ്പോൾ ഒരു ആൾ നിന്നിട്ട് ഒരു തുണിക്ക് മല്ലുമുണ്ട് ഇങ്ങനെ കീറുന്നു, മുന്നിൽ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നു. എന്താണ്, വലിയൊരു ആൾക്കൂട്ടം കാണിക്കണം, ആ ആൾക്കൂട്ടത്തിൽ നിൽക്കാനുള്ള മല്ലുമുണ്ട് കീറി, ഒരു മല്ലുമുണ്ട് കീറി ഉടുക്കാൻ തരുന്നു, ഒരു മല്ലുമുണ്ട് കീറി അത് ഇങ്ങനെ നടുമടക്കി ത്രികോണാവസ്ഥയിലാക്കി തലയിൽ കെട്ടിത്തരുന്നു. എന്നിട്ട് അവിടെ അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ പോയി നിന്നോളൂ പറയാം.
ഞങ്ങൾക്കിത് വലിയൊരു സംഭവമല്ലേ, കാരണം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടല്ലേ. അങ്ങനെ ഈ മുണ്ട് വാങ്ങി, ഒരു കോറമുണ്ടിൻ്റെ കഷ്ണം വാങ്ങി എടുത്തു, അതിൻ്റെ തലയിലൊരു കെട്ട് കെട്ടി, ചിലർക്ക് റിബൺ കെട്ടാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വെച്ചത് വലിയ സംഭവമായിട്ട് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ അവിടെ പോയി നിന്നു. സംവിധായകൻ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും കൂടി നിന്നിട്ട് ആർപ്പ് വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ആർപ്പ് വിളിക്കുന്നുണ്ട്, ഞങ്ങളതൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമ വന്നപ്പോൾ ഞാൻ ഈ സിനിമ വന്നതിന് ശേഷം ചാലക്കുടിയിൽ വലിയ കഷ്ടപ്പെട്ട് സിനിമ കാണാൻ പോയി. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ അഭിനയിച്ചത് എനിക്ക് തന്നെ കാണാൻ കിട്ടുന്നില്ല, അത്രയും ആൾക്കൂട്ട വേളത്തിനല്ല. ആദ്യമായി സിനിമയിൽ അഭിനയിച്ച കഥ അങ്ങനെയാണ് പോയത്. എന്തായാലും അതൊരു അനുഭവമാണ്. സിനിമ എന്ന് പറയുന്ന ഒരു മാസ്മരിക ലോകത്തേക്ക് എത്തണമെന്നൊക്കെയുള്ളൊരു ചിന്ത വീണ്ടും ഉടലെടുത്തതും കലാപരമായൊരു മാനുഷിക പ്രശ്നങ്ങളുണ്ടായതൊക്കെ ആ ഒരു പ്രേം നസീറിനെയും ജയനെയും ജയവാരി നേരിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം അടുത്ത് സംസാരിക്കാൻ കിട്ടുക, ജയനൊക്കെ അവസാനം കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിരിക്കുന്ന രീതിയിലുള്ള ബന്ധത്തിലേക്ക് ആയതൊക്കെ ആയിരുന്നു. എന്തായാലും അനുഭവം പെരിങ്ങൽകുത്തിൻ്റെ ആ ഒരു അനുഭവം പെരിങ്ങൽകുത്തിലേക്ക് എത്തിയത് തന്നെ അങ്ങനെ ഒരു വല്ലാത്തൊരു മാസ്മരിക ലോകത്തെ ഈ താരനക്ഷത്രങ്ങളെ കാണാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിനാവാമെന്ന് ഞാൻ സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന. പെരിങ്ങൽകുത്തിൽ 1-2 വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്, അത് അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി.